മണ്ണിലാണോ സംസ്കാരം വിളഞ്ഞത്, ഏതൊരു മണ്ണിലാണോ നിലാവ് പൂത്തത്, ഏതൊരു മണ്ണിലാണോ സ്വപ്നം പോലും കിനാവ് കണ്ടത്, ഏതൊരു മണ്ണിലാണോ വിമോചനത്തിന്റെ ധ്വനിമുഴക്കമുണ്ടായത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യത്വത്തിന്റെ പാഠങ്ങൾ അഭ്യസിക്കപ്പെട്ടത്, ഏതൊരു പുണ്യനഗരിയിൽ നിന്നാണോ ഔന്നത്യത്തിന്റെ ചെറുകൊടിയൊച്ച മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ അടിച്ചമർത്തപ്പെട്ട പെണ്ണിന്റെ മോചനത്തിന്റെ ഗാഥകൾക്ക് സാക്ഷ്യമുണ്ടായത്, ഏതൊരു മണ്ണിലാണോ തൊഴിലാളി വർഗത്തിന്റെ ഉത്ഥാനത്തിന്റെ നാദം മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യത്വത്തിന്റെ മഹാഗാനം ഉന്നതമായ ശ്രുതിമിണക്കം പോലെ മുഴങ്ങിയത്, ഏതൊരു മണ്ണിലാണോ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കുവാനും മുന്നോട്ടു പോകുവാനുമുള്ള സാംസ്കാരികമായ അഭ്യാസം പരിശീലിക്കാനുള്ള വേദിയൊരുങ്ങിയത്. അതുകൊണ്ട് മെരി ആറുസൂ മദീന, മെരി ജുസ്തുജൂ മദീന, എന്റെ എല്ലാ അഭിലാഷങ്ങളും മദീനയിലേക്ക്, എന്റെ സകല ആഗ്രഹങ്ങളും മദീനയിലേക്ക്. മക്ക നഗരിയുടെയും മദീന നഗരിയുടെയും ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയും അവിടുത്തെ ഉന്നതമായ നിലപാടുകളും അവിടുത്തെ സമീപനങ്ങളും സംഭാവനകളും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും മുഴങ്ങുന്നു. ലോകം ഇന്ന് പുതിയ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ജിദ്ദയിലെ ഈ ഹാളിൽ തടിച്ചു കൂടിയിട്ടുള്ള എന്റെ സഹോദരന്മാരെ, നമുക്ക് നിർവഹിക്കാനുള്ള പ്രതിജ്ഞയും നമുക്ക് ചെയ്യുവാനുള്ള പ്രതിജ്ഞയും ലോകത്തിന് സാംസ്കാരികമായ പ്രകാശം നൽകാൻ നമ്മുടെ നെഞ്ചിന്റെ വെളിച്ചം കൊണ്ട് നമുക്ക് സാധിക്കുമോ? ലോകം എന്തെന്നില്ലാത്ത ഒരു ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനും ഉന്നതമായ പുരോയാനത്തിന്റെ അഭിവൃദ്ധിയുടെ അഭ്യുന്നതിയുടെ മേഖലയിലേക്ക് ലോകത്തെ നയിക്കുവാനുമുള്ള ഒരു ഉന്നതമായ പ്രവർത്തനത്തിന് വേദിയൊരുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഓരോ നിമിഷവും ഓർക്കണം, ലോകത്ത് മനുഷ്യത്വത്തിന്റെ ഉണർത്തുപാട്ട് മുഴങ്ങിയ പട്ടണങ്ങൾക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ നിന്നാണ് മനുഷ്യത്വത്തിന്റെ ആദ്യ ഗാനം മുഴങ്ങിയത്, ഇവിടെ നിന്നാണ് മനുഷ്യത്വത്തിന്റെ ആദ്യ പാഠം കേട്ടത്, ഇവിടെ നിന്നാണ് ദൈവത്തെക്കുറിച്ചും ഏകദൈവത്തെക്കുറിച്ചും അവന്റെ ആരാധനയെക്കുറിച്ചും അവനിലേക്ക് മടങ്ങേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ചുമുള്ള ഉന്നതമായ പാഠങ്ങളും അധ്യാപനങ്ങളും മുഴങ്ങിയതും ഇവിടെ വെച്ചാണ്. ഇവിടെ വെച്ച് മുഴങ്ങിയെന്ന് മാത്രമല്ല, നാളെയും ഈ ലോകത്തിന് നേതാവായിരിക്കേണ്ടത് ഈ പുണ്യനഗരങ്ങളുടെ പ്രദേശമാണ്. കാലം ഇന്ന് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിന് വിലയില്ലാതായി, എവിടെയും കൊല ചെയ്യപ്പെടുന്നവനായി മനുഷ്യൻ മാറി. ഈ ലോകത്ത് ഇന്ന് ഏറ്റവും വില കുറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ ഈ വിനീതൻ പറയും, അത് മനുഷ്യന്റെ രക്തമാണ്, ഒഴുക്കപ്പെടുന്ന രക്തമാണ്. പരമാധികാരമുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളല്ലയോ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ വിപത്ത്. ഇസ്കന്ദർ വ ചംഗീസ് के हाथों में हुई सौ बार हजरत इंसान की कुबा चाक. 100 തവണ അലക്സാണ്ടറുടെയും ചെങ്കിസ് ഖാന്റെയും കരങ്ങൾ മനുഷ്യന്റെ കുപ്പായം കീറി എന്ന് ദാർശനിക മഹാകവി അല്ലാമ ഇഖ്ബാൽ ഒഴിഞ്ഞിട്ടുണ്ട്. 100 തവണ അലക്സാണ്ടറുടെയും ചെങ്കിസ് ഖാന്റെയും കയ്യുകൾ മനുഷ്യന്റെ കുപ്പായം കീറി. ഇന്നും അത് തുടർന്നേ പോകുന്നു. അലക്സാണ്ടറുടെയും ചെങ്കിസ് ഖാന്റെയും പുതിയ അനുയായികൾ അഭിമാനിയാം മനുഷ്യന്റെ കുപ്പായം കീറുന്നു, അഭിമാനിയാം മനുഷ്യനെ മാനം കെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിളംബരം ചെയ്തത്. ഭരണാധികാരികളായിട്ടുള്ള ചില അതിക്രമികളായിട്ടുള്ള ആളുകൾ പാവങ്ങളുടെ രാജ്യങ്ങളിൽ പ്രവേശിച്ചാൽ അവിടെ അവർ ചെയ്തു കൂട്ടുന്നത് എന്തെന്നറിയുമോ? അവരവിടെ ഫസാദിന്റെ വിത്ത് മുളപ്പിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നേരത്തെ വിളംബരം ചെയ്തു. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആഹ്വാനം നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്നാണ്.
ഒരു പ്രവാചകൻ തന്റെ ജനതയോട് ചെന്ന് പറഞ്ഞതായിട്ട് ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഒരിക്കലും ജനങ്ങളെ ഈ ഭൂമിയെ നന്നാക്കിയ ശേഷം പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്. നിങ്ങൾ രക്തം ചിന്തരുത്, നിങ്ങൾ പരസ്പരം കൊലവിളിക്കരുത്, നിങ്ങൾ അഭിമാനമുള്ള മനുഷ്യനെ അപമാനിക്കരുത്, നിങ്ങൾ ഭൂമിയുടെ സ്വാസ്ഥ്യം കെടുത്തരുത്, നിങ്ങൾ മനുഷ്യന്റെ സമാധാനം തകർക്കരുത്, നിങ്ങൾ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മധ്യത്തിൽ വിപത്തിന്റെ വിത്തുകളെ വിതക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ ഒരു പ്രവാചകൻ അങ്ങനെ നടത്തിയ ആഹ്വാനം അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകം ഇന്ന് പ്രശ്നങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെയും ആപത്താണ്. മനുഷ്യനെ സഹായിക്കേണ്ടതിന് പലതും സാധിക്കുന്നില്ല. മതത്തിന് പോലും മനുഷ്യനെ സഹായിക്കാൻ കഴിയാതെ പോകുന്നു. കുഴപ്പങ്ങൾ മതത്തിന്റെ പേരിലും ലോകത്തരങ്ങേറുന്നു. രാഷ്ട്രീയമായ കുഴപ്പങ്ങൾ വേറെ, ശാസ്ത്രത്തിന്റെ പഠനവേദികളിൽ നിന്നുണ്ടാകുന്നതും മനുഷ്യന് ധർമ്മത്തിന്റെ അനുഷ്ഠാനങ്ങളല്ല. ശാസ്ത്രജ്ഞന്മാര് ലബോറട്ടറിയിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ മനുഷ്യന്റെ ശരീരത്തോട് പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയെക്കുറിച്ചാണ് അവരുടെ അഭ്യാസങ്ങൾ. മനുഷ്യന്റെ ശരീരത്തിൽ പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി എന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ലോകം വിളംബരം ചെയ്യുന്നു. അവിടെയും മനുഷ്യത്വത്തിന്റെ അടയാളങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. വേറെ ഒരു ഭാഗത്ത് ലോകത്തിന് ഇനി എത്ര ആയുസ്സുണ്ട് എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ്. ജിദ്ദ നഗരത്തിലെ ഈ ഹാളിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിനീതൻ ഈ സദസ്സിന്റെ മുമ്പാകെ നെഞ്ചു തുറന്ന് പറഞ്ഞുകൊള്ളട്ടെ, ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മനുഷ്യന്റെ ഭാവിയാണ്. മനുഷ്യന്റെ ഭാവിയാണ്. മനുഷ്യനിനി എത്ര കാലം ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും? എത്രയെത്രയോ ഗ്രന്ഥങ്ങൾ പാശ്ചാത്യ ലോകത്ത് ചുട്ട അപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്നത് ഒരുപക്ഷേ നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോകും. നോവലുകളല്ല, കഥകളല്ല, സിനിമാ തിരക്കഥകളല്ല, മറിച്ച് മനുഷ്യന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വായനയുടെ വിഷയങ്ങളായി മാറിയിട്ടുള്ളത് മനുഷ്യ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണർത്തുന്ന ചോദ്യങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. 500 കൊല്ലം ഭൂമിയിൽ മനുഷ്യൻ ആയുസ്സുള്ളൂ എന്ന് പറയുന്ന പുസ്തകം, ഡേവിഡ് പ്രൈസിനെ പോലുള്ളവർ എഴുതിയിട്ടുള്ള പുസ്തകം, ബൂത്രോയിഡനെ പോലുള്ളവർ എഴുതിയിട്ടുള്ള പുസ്തകം, മനുഷ്യനെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന എന്തൊക്കെയോ സംഗതികൾ, ലോകത്ത് നടക്കാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന എത്രയോ പുസ്തകങ്ങൾ. 500 കൊല്ലത്തിലേറെ ഇനി ഭൂമിയിൽ മനുഷ്യന് ആയുസ്സില്ലെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അടുത്ത കാലത്ത് പുസ്തക കമ്പോളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി. Humanity has left only a few years on earth. ഭൂമിക്ക് മീതെ ഇനി മനുഷ്യ സമുദായത്തിന്